ഹായ് ഗായ്സ്, ഐശ്വര്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആർഡുയിനോ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ പാർട്ട് 0 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും പലരും ഇപ്പോൾ തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, ഇവനെന്താണ് പാർട്ട് 1ഉം 2ഉം കഴിഞ്ഞിട്ട് നേരെ ബാക്കിലേക്ക് 0യിലേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് നിങ്ങൾ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചാറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ചേട്ടൻ്റെ ആർഡുയിനോ സെറ്റപ്പ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ബേസിക്സിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ, ചേട്ടൻ യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ എന്ന് വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് ഓൾറെഡി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അതേമാതിരി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതായിരിക്കും. അപ്പോൾ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആർഡുയിനോ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് നല്ല ബേസാണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡുയിനോ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ഒരു ബ്രെഡ് ബോർഡാണ്. ഇതാണ് ഒരു സാധാരണ ബ്രെഡ് ബോർഡ്. ബ്രെഡ് ബോർഡുകൾ സാധാരണ ഇതേമാതിരത്തെ ഫോം ഫാക്ടറിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ബ്രെഡ് ബോർഡ് നിങ്ങൾക്ക് ആക്ച്വലി പാർട്ടീഷൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിപ്പം സാധാരണ ഒരു ബ്രെഡ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ റെയിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ബ്രെഡ് ബോർഡായിട്ട് ഇതേമാതിരി കൂട്ടി യോജിപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരത്തെ നോഡ് MCU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രെഡ് ബോർഡിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈൻ ഔട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിൻസിൽ നിന്ന് ഔട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 2 ബ്രെഡ് ബോർഡ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങളുടെ കണ്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പുറത്തൊരു 3 സെറ്റ് പിൻസ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കണക്ട് ചെയ്യാൻ, ഇപ്പുറത്ത് 3 സെറ്റ് പിൻസ് ഉണ്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു LED കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ D0യിലേക്ക് ഒരു LED കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എർത്തായിട്ട് സങ്കല്പിക്കാം, ഈ റെയിൽ നമ്മുടെ എർത്തായിട്ട് സങ്കല്പിക്കാം. പിന്നെ നമ്മുടെ ഒരു റെസിസ്റ്റർ എടുത്തിട്ട് നമ്മുടെ D0 എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമുക്ക് കുത്തി നമ്മുടെ LED-യിലേക്ക് കണക്ഷൻ കൊടുത്ത് വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി നേരത്തെ ഇത് ബ്രെഡ് ബോർഡ് ഒരെണ്ണമായി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതേമാതിരി നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ബ്രെഡ് ബോർഡ് എടുത്തു വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം വരുന്നത് നമ്മുടെ കണക്ടറാണ്. കണക്ടറിന് രണ്ടാമത് വിശേഷിപ്പിക്കാനായിട്ട് വലിയൊരു റീസണുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ജമ്പർ വയറുകൾ, ഈ കണക്ടർ എന്ന് ഉദ്ദേശിച്ച ജമ്പർ വയറുകളാണ് കേട്ടോ. അപ്പോൾ ഈ ജമ്പർ വയറുകളാണ് നമ്മൾ മിക്കവാറും നമ്മുടെ ബോർഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്നും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ മേശപ്പുറത്തിരിക്കുന്ന നമ്മുടെ ട്യൂട്ടോറിയൽ ബോർഡ് തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്വിച്ച് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ജമ്പർ വയറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ ഇതുണ്ടത്, ഇത് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്കിയൊക്കെ ആണ് ഇരിക്കുന്നത്, ഇത് കണ്ടോ. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ജമ്പർ വയറുകളുടെ ഈ പറഞ്ഞ ഈ പിൻസ് കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതേമാതിരി തൊടുമ്പോൾ നമ്മൾ ഓരോ തവണ ഞെക്കുമ്പോഴും ഈ വയറുമ്പോൾ തട്ടി ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊരിക്കലും ഇങ്ങനത്തെ ഒരു ജമ്പർ വയർ യൂസ് ചെയ്യാനായിട്ട് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ പറയണതാണ്, ഇത് അനങ്ങി ഈ കണക്ഷൻ മര്യാദയ്ക്ക് ആവാതെ നിങ്ങളുടെ പ്രോജക്റ്റ് കുറേ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. കണ്ടുപിടിക്കുമായിരിക്കും, നിങ്ങൾ ഫൈനലി കണ്ടുപിടിക്കുമായിരിക്കും, പക്ഷേ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കുറേ സമയം വെറുതെ പോയിട്ടുണ്ടാകും കാരണം ഇത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിന് പകരം ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ RJ45യുടെ കേബിൾ. RJ45 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാനിൻ്റെ കേബിളാണിത്. അപ്പം ഇത് തന്നെ ക്രിംപ്ഡ് അല്ലാത്തത്, അതായത് ഈ ലാനിൻ്റെ സംഭവം ഇല്ലാത്തത് ജസ്റ്റ് കേബിൾ മേടിക്കാൻ കിട്ടും. ഇതിന് 1 മീറ്ററിന് ഏതാണ്ട് 20 രൂപ വരുന്നുള്ളൂ. ഇതൊരു പീസിന് നമുക്ക് 2-3 രൂപ വെച്ച് കൊടുക്കണം, മനസ്സിലായോ. അപ്പോൾ ഈ ഇത്രയും ഒരു മീറ്ററിന് 20 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 8 സ്ട്രാൻഡ് വയർ ഉണ്ടാവും. അതായത് 4 പെയേഴ്സാണ് വരുന്നത് നമ്മുടെ ലാൻ കേബിൾ വരുന്നത്. അതിൻ്റെ അകത്ത് 8 സ്ട്രാൻഡ് വയർ ഉണ്ടാവും. 8 സ്ട്രാൻഡ് വയർ 20 രൂപയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് 1 മീറ്റർ വെച്ചിട്ട് 8 മീറ്റർ വയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോജക്റ്റും കഴിഞ്ഞ് ഒരു 10-15 പ്രോജക്റ്റ് ചെയ്യാനുള്ള വയർ നിങ്ങൾക്ക് വെറും 20 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ചെറിയ ബോർഡിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ ജമ്പർ ആയിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. പവർ സപ്ലൈ
ഇത് നമ്മൾ ഈ ജമ്പർ വയറായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ചെറുതായിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. മറ്റേത് ഇപ്പം ഞാൻ ഇതെടുത്ത് കുത്തുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നീട്ടത്തിൽ വയർ വെറുതെ കിടക്കുന്നുള്ള കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കുത്തുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ LED-നേലും കൂടുതൽ വയറായി, കണ്ടോ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മൾ ഇതേമാതിരി കേബിൾ മേടിക്കുമ്പോൾ നീറ്റായിട്ടിരിക്കും, പിന്നെ പ്രൈസും കുറവാണ്. അതായത് മൂന്നാമതായിട്ട് എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം പോയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യും. നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതി വെച്ചിട്ട് നമ്മുടെ ആർഡിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇതേമാതിരത്തെ കേബിൾ വെച്ചായിരിക്കും നമ്മൾ FTDI ബ്രേക്കൗട്ട് ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇതിൻ്റെ അകത്ത് ഈ വയറുകൾ നമ്മൾ മിക്കവാറും ഇത് എപ്പോഴും മൂവ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബോർഡിലായിരിക്കും ചെയ്യുന്നത്, പിന്നീട് വേറെ ഏതെങ്കിലും പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഈ സാധനം അഴിച്ച് മാറ്റി വേറെ ബോർഡിൽ വെക്കും. അപ്പോൾ ഇത് തന്നെയാണ് കേസ്. ഇതേമാതിരത്തെ കണക്ടറുകൾ ലൂസായി വരും. ലൂസായി വന്നു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഈ ആർഡിനോയിലേക്കുള്ള കണക്ഷൻസ് കട്ടായിട്ടുണ്ടാവും, നിങ്ങളറിയില്ല. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് എറർ വരും. എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കണത് എന്തുകൊണ്ടാണ് എറർ വന്നത്, പ്രോഗ്രാമറിൻ്റെ ആണോ എന്തിൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ ചെറിയൊരു സംഭവമാണ്, നിസ്സാര സംഭവമാണ്. ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊരു ചെറിയ നമ്മുടെ ഫീമെയിൽ ഹെഡറും 2 ഫീമെയിൽ ഹെഡറും ഒരു കോമൺ PCBയും വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ കോമൺ PCB ലൈൻഡ് PCB ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പാടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഡോട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ബ്രിഡ്ജ് ചെയ്തെടുക്കാനുള്ള ഒരു ഇതുണ്ട്. ഇതേമാതിരി ചെറിയൊരു കോൺട്രാപ്ഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു കാരണവശാലും വിട്ടുപോയില്ല. ഇതിൻ്റെ അത് യാതൊരു കണക്ഷൻ മിസ്സായി പോകാനോ ഷോർട്ട് വരാനോ അതല്ലാന്നുണ്ടെങ്കിൽ ലൂസ് കണക്ഷൻ വരാനോ ചാൻസ് ഇല്ല. അപ്പോൾ ഇതേമാതിരത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഭാവിയിലുള്ള പ്രോഗ്രാമിംഗ് ടൈം കുറയ്ക്കാനും ഈ പറഞ്ഞ രീതിയിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ കുറയ്ക്കാനും ഭയങ്കരമായിട്ട് നിങ്ങളെ സഹായിക്കും. ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞാണ്. കാരണം എനിക്ക് ഇഷ്ടമായൊരു സമയം ഇതേമാതിരത്തെ ലൂസ് കണക്ഷൻസും ഒക്കെ കൊണ്ട് എൻ്റെ സമയം കുറേ പോയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെങ്കിലും എത്ര സമയം ലാഭിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പലരും ചോദിച്ചതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനൊരു സംഭവം ബെസ്റ്റ് പ്രാക്ടീസസിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതായത് ആർഡിനോ ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ആർഡിനോൻ്റെ പുതിയ വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ഫോളോഡ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. നമ്മുടെ സോൾഡറിങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്നും കൂടെ നമുക്ക് എടുക്കാം. നമ്മളൊരു കാലിപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേമാതിരി ബാക്കിയുള്ള കാലുകളും ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഫ്ലെക്സ് നമ്മൾ ഒഴിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ നല്ല രീതിക്ക് പിടിച്ചോളും. 1 2 3 4 5. കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സാധനത്തിൽ CTS എന്ന് പറഞ്ഞൊരു പിന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് സെക്കൻഡ് ലാസ്റ്റ് പിന്നാണ്, അതായത് ഇവിടെ നിന്ന് ലാസ്റ്റത്തെ പിൻ. അപ്പോൾ ഈ സാധനമാണ്, ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ലൈനുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾഡർ വെച്ച് കണക്ട് ചെയ്ത് വിടാം. ഇത് കണ്ടോ, നല്ല സോൾഡറിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പെട്ടെന്ന് സാധനങ്ങൾ ചെയ്തെടുക്കുന്നത് കണ്ടോ. പിന്നെ സോൾഡറിങ് ആണ് നോക്കുമ്പോഴത്തേക്കും വില നോക്കരുത്, അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതും നല്ല ക്വാളിറ്റിയുള്ളത് നോക്കി എടുക്കുക. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന മാതിരി സോൾഡർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സോൾഡറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂറ്റി ഇട്ടിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതില്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. കണ്ടിന്യൂറ്റി ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്. ഈ സാധനം ഷോർട്ടൊന്നുമില്ല, കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഷ്രിങ്ക് റാപ്പൊക്കെ ഇടാം, ഭംഗിക്ക് വേണമെങ്കിൽ ഷ്രിങ്ക് റാപ്പ് ഇടാം. പക്ഷേ ഞാനിത് തൽക്കാലത്തേക്ക് ഓപ്പൺ ആയിട്ടാണ് വെക്കാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ അപ്പ് സൈഡ് ഇത് ഏത് സൈഡിലേക്കാണ് കുത്തുന്നതെന്നുള്ളത് നോക്കി കുത്തണം. കാരണം നമ്മളിവിടെ ഒരു കണക്ഷൻ ഇട്ടിട്ടില്ലായിരുന്നു, കണ്ടോ. അപ്പോൾ ഈ കണക്ഷൻ ഇല്ലാത്ത രീതിക്ക് നമ്മൾ കറക്റ്റ് ഓറിയൻറ്റേഷനിൽ കുത്തിയാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് സെറ്റായി. ഇനി നമ്മുടെ ഏത് ബോർഡാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോർഡിൽ ജസ്റ്റ് കൊണ്ടുപോയി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കുത്തിക്കഴിഞ്ഞാൽ സംഭവം റെഡിയായി, ഉണ്ടോ.